ഗൈസ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന റെസിപ്പിയില്ല, അങ്ങ് ജാപ്പനീസ് റെസിപ്പിയാണ് കേട്ടോ. ജപ്പാൻകാരുടെ റെസിപ്പി, ജാപ്പനീസുകാരുടെ റെസിപ്പിയാണ്. ജപ്പാൻകാരാണോ ജാപ്പനീസുകാരാണോ അതെന്താന്ന് അത് അവിടെ കിടന്നോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ജാപ്പനീസ് ലോങ് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നല്ല വലിയ 4 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് ഇട്ടോളൂ, അതൊന്നും ഒരു വിഷയമേ ഇല്ല. നല്ല ചൂടോടുകൂടി തന്നെ നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോയിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഒറിഗാനോ, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ കേട്ടോ. ഇതൊക്കെ ഞാനൊരു കണക്കില്ലാണ്ട് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കണക്ക് പറഞ്ഞു തരാത്തത്. നിങ്ങൾക്ക് കുറച്ച് ഇട്ടോളൂ, ഒന്നും കൂടി പോകാതിരുന്നാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് നമ്മുടെ കോൺഫ്ലവർ മാത്രം നോക്കിയിട്ട് വേണം ഇടാൻ. നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ ഡോവിലാണ് നമ്മുടെ പൊട്ടറ്റോസ് കുഴച്ച് കിട്ടേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. പക്ഷേ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചൂട്, അതായത് എൻ്റെ പൊട്ടറ്റോസ് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ അതിലോട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൈ വെച്ച് കുഴയ്ക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ ആ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ, മാഷ് ചെയ്യാൻ ഉപയോഗിച്ച സംഭവങ്ങൾ കൊണ്ട് തന്നെ നന്നായി മാഷ് ചെയ്ത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ബട്ടർ പേപ്പറിൽ വെച്ച് പരത്തി അതിനൊരു 30 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ മസ്റ്റായിട്ട് നിങ്ങൾ വെക്കേണ്ട കാര്യമാണ്, എന്നാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് 30 മിനിറ്റിന് ശേഷം നമ്മുടെ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വലിപ്പം, ഇത് എന്താ പറയുമ്പോൾ ഭയങ്കര ലോങ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒരു 2 കഷ്ണാക്കി മുറിച്ചിട്ട് പിന്നെയാണ് നമ്മൾ പീസാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് കണക്ക് നമുക്ക് ഇട്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ എൻ്റെ നല്ലോണം ബ്രൗൺ കളറായിട്ട്, അതാണ് ഇതിങ്ങനെ കരിഞ്ഞ പോലെ ഇരിക്കുന്നത്. പക്ഷെ അതൊരിക്കലും കരിഞ്ഞിട്ടില്ല ഗൈസ്. അത് ഇങ്ങനത്തെ നിങ്ങളെ വീഡിയോയിൽ കാണുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈയുടെ കണക്ക് ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഒരിക്കലും പൊട്ടറ്റോ ഫ്രൈയുടെ ടേസ്റ്റ് അല്ല, നല്ല അടിപൊളി ഒരു കിടു ടേസ്റ്റാണ് കേട്ടോ. അത് മയോണീസിലൊക്കെ മുക്കി അങ്ങ് കഴിക്കണം. ഇതിനു വേണ്ടി ഞാൻ മയോണീസ് ഉണ്ടാക്കി. കഴിക്കുമ്പോൾ നമ്മൾ എല്ലാ ആധുനിക രീതിയിൽ, എന്ത് രീതിയാണ്, അതിൻ്റേതായ രീതിയിൽ കഴിക്കണമല്ലോ, അതാണ് സത്യം. പിന്നെ സോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കിടു ടേസ്റ്റായിരുന്നു ഗൈസ്. ഞാൻ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വന്നിട്ട് അവർക്കും കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, അമ്മ അടിപൊളിയായിട്ടുണ്ട്, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നതിനും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. കാരണം നമ്മൾ ഓർഗാനോ ഒക്കെ ഇട്ടിട്ടില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഗൈസ്. ബൈ.